സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ ഐഡികൾ നിർമ്മിച്ച് പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തുന്ന ഒരു സംഘം സജീവമാണെന്ന റിപ്പോർട്ട്. പരാതികളിൽ ഒരു കൊല്ലത്തിനിടെ ഉണ്ടായത് 200% വർധനയാണ്. ആവശ്യത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരില്ലാത്തതുകൊണ്ട് പരാതികൾ തീർപ്പാക്കാൻ കഴിയുന്നില്ല എന്ന് പോലീസ് പറയുന്നു. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. എന്താണ് ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ പ്രവർത്തന രീതി? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ശ്രമങ്ങൾ നടത്താം. ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് കൂടിയുള്ള സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? പറയൂ. SKN വ്യാജന്മാരുടെ കാലമാണ്. ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ അക്കൗണ്ടുകൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടമാടാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. അതുകൊണ്ട് തന്നെ പലരും ഇതിനെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഇപ്പോഴത്തെ നമ്മുടെ വെർച്വൽ ലോകത്തെ ഒരു പ്രതിഭാസമായാണ് കാണുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല. ഇത്തരത്തിലുള്ള വ്യാജ അക്കൗണ്ടുകൾക്ക് പിന്നിലുള്ളത് വലിയ സംഘങ്ങൾ തന്നെയാണ് എന്നാണ് നമുക്ക് നമ്മുടെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 3 മാസമായി ഇത്തരത്തിലുള്ള ഒരു പരാതിക്ക് പിന്നാലെയായിരുന്നു നമ്മൾ. ആ പരാതിയിൽ നമ്മൾ അന്വേഷണം നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ പെൺകുട്ടികളുടെ വ്യാജ ഐഡികൾ നിർമ്മിച്ചുകൊണ്ട് അവരുടെ വർഷങ്ങളെടുത്തുള്ള അവരുടെ ഒരു ജീവിതകാലത്തിൽ ഒരു വ്യക്തി എപ്രകാരം വളരുമോ അതിനനുസരിച്ചുള്ള അവരുടെ ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്തുകൊണ്ട് ആ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് പെൺകുട്ടികളെ തന്നെ സൗഹൃദത്തിൽ വീഴ്ത്തുകയും പിന്നീട് അവരുമായിട്ട് മറ്റൊരു തരത്തിലുള്ള സംസാരത്തിലേക്ക് പോവുകയും ഇവരുമായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള പല ആവശ്യങ്ങൾ പ്രകടിപ്പിക്കുകയും ഇവരുടെ പ്രൊഫൈലുകളിലുള്ള മറ്റ് ആൺ സുഹൃത്തുക്കളെയും മറ്റ് സുഹൃത്തുക്കളെയും വെച്ച് കഥകൾ മെനയുകയും അങ്ങനെ പലതരത്തിൽ ഇവരെ ട്രാപ്പിലാക്കാൻ ശ്രമിക്കുകയും ഏതെങ്കിലും ഒരു കെണിയിൽ ഒന്ന് വീണുപോയാൽ ഇവരുടെ വീഡിയോസ്, അതായത് ഇവരുടെ സ്വകാര്യ വീഡിയോസ് വാങ്ങി അത് അശ്ലീല സൈറ്റുകളിൽ പോസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു വ്യാജ ഐഡിക്ക് പിന്നാലെയായിരുന്നു നമ്മൾ. ഈ വ്യാജ ഐഡിയുടെ പ്രൊഫൈൽ പിക്ചർ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സ്കാനിൽ ഒന്ന് ഇട്ടു നോക്കിയപ്പോൾ അത് നേരെ ചെന്നത് ഒരു പ്രശസ്തമായിട്ടുള്ള അശ്ലീല സൈറ്റുകളിലേക്കായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിഹത്യ എന്നതിന് അപ്പുറം വലിയ തോതിലുള്ള വരുമാന സാധ്യതകൾ തേടിയിട്ടുള്ള ഒരു ക്രിമിനൽ രീതി തന്നെയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ലെക്കാൻഡ്രോ പോലുള്ള ചില സൈറ്റുകളുണ്ട്. ഈ സൈറ്റുകളിൽ ഇത്തരത്തിൽ വ്യാജമായിട്ടുള്ള ലൈംഗികമായ സർവീസുകളുടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന രീതിയിലുള്ള പരസ്യങ്ങൾ പോസ്റ്റ് ചെയ്യുകയും എന്നാൽ ഈ പരസ്യത്തിൽ ഉപയോഗിക്കുന്നത് പലതരത്തിലും വ്യക്തിഹത്യ ചെയ്യുവാൻ പലരുടെയും നമ്പറുകൾ ഇതിൽ ഉപയോഗിക്കുന്നു. അത് മുഖാന്തരം ഓരോരുത്തരുടെയും പീസ് ഓഫ് ലൈഫിന് തന്നെ വിഘാതമാകുന്ന രീതിയിലുള്ള പ്രവണതകളാണ്, ക്രിമിനൽ പ്രവണതകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പോലീസിന് പലതരത്തിലുള്ള വെല്ലുവിളികളുമുണ്ട്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഇവരുടെ പ്രവർത്തന രീതി, അത് മെറ്റയിൽ നിന്നും മറ്റും ലഭിക്കുവാനുള്ള വിവരങ്ങളുടെ ഒരു കാലതാമസം ഒരു വെല്ലുവിളിയാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള IP അഡ്രസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ജിമെയിൽ അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടെല്ലാമാണ് ഈ ഒരു വ്യാജ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ട്രാക്ക് ചെയ്യാനും വെല്ലുവിളി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.